ഞങ്ങൾ യഥാർത്ഥ വിധിയിലേ വിശ്വസിക്കുന്നുള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങളെയൊന്നും അല്ല വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഫീൽഡിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്ഥാനാർത്ഥികളുമായിട്ടും തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ഓർഗനൈസേഴ്സുമായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും. എക്സിറ്റ് പോളുകളെ അതിജീവിക്കുന്ന വിജയമായിരിക്കും ഉണ്ടാകാൻ പോകണം. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ണൂരിലടക്കം അത്ഭുതങ്ങളുണ്ടാവും. അല്ലല്ല, ഞങ്ങൾ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെയാണ് എക്സിറ്റ് പോളുകളെ ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എടുക്കുന്ന നിലപാട് തന്നെയാണ്. എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ മാത്രം വെച്ചിട്ടല്ല ഫലങ്ങൾ വരാറുള്ളത്. അത് അകൃത്യമായിട്ടും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് ഈ കേരളത്തിലെ ഫലങ്ങൾ വെച്ച് മാത്രമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കണ്ടത് തരംഗം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം, ഇന്ദിരാ ഗ്യാരണ്ടിയോടുള്ള ഏറ്റവും ശക്തമായ പ്രതിബദ്ധത, അതൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ 4 ദിവസത്തെ കാര്യമുള്ളൂ, 4 ദിവസമില്ല, 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് വരുന്നവരെ കാത്തിരിക്കാം. നമ്മളിതിനകത്ത് തലമുണ്ടാക്കുന്ന കാര്യം 4-ാം തീയതി ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടെ നിൽക്കുകയാണ്. 4-ാം തീയതി UDFൻ്റെ ദിവസമായിരിക്കും കേരളത്തിൽ. ഞാൻ അത്തരം കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനമാണ്, AICCയുടെ നിർദ്ദേശമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ട സാഹചര്യം വേണ്ട എന്നുള്ളതാണ് തീരുമാനം. അതനുസരിച്ച് മാത്രം മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞു തന്നല്ലോ. അല്ല, ഇത്ര KPCC പ്രസിഡന്റിൻ്റെ ഒന്നും കത്തിനൊന്നും വിവാദമില്ല. ഓക്കെ, വരട്ടെ, ചോദ്യം വരട്ടെ, എന്താ വരുന്നാൻ പോകുന്നത്. മുഖ്യമന്ത്രി ചർച്ചയുടെ കാര്യത്തിൽ അതുണ്ടാവില്ല പറഞ്ഞ് പറയേക്കാം. നിങ്ങളെന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചോദിക്കാത്തത്? പ്രതിപക്ഷ നേതാവ് ആരാകും ചോദിക്കണം അവരോട്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദിക്കണം. ആ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ വൺ സൈഡഡ് ആവാതെ, നിങ്ങൾ കൃത്യമായിട്ട് വൺ സൈഡഡ് ആവാതെ നിങ്ങൾ കൃത്യമായിട്ടും ചോദിക്കുക. ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ആരാണ് ഇനിയുള്ള കാലം അവരെ നിയമസഭയിൽ നയിക്കുന്നത്? അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെർട്ടിനന്റ് ചോദ്യം. അത് നിങ്ങളാരും ചോദിക്കുന്നില്ല.